മന്ത്രി ഗണേഷ് കുമാർ അനാവശ്യമായി ഉമ്മൻചാണ്ടിയെ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചതിൽ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാകും. അന്നു മുതൽ ഗണേഷ് കുമാറിന് കഷ്ടകാലമാണ്. വരുന്നവരും പോകുന്നവരും ഇപ്പോൾ മന്ത്രിയുടെ പുറത്ത് കുതിര കയറുകയാണ്. ഏറ്റവും ഒടുവിലായി മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഗണേഷ് കുമാറിനെ ഇപ്പോൾ നിർബാധം പൂട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ LDF വികസന ജാഥയുടെ പോസ്റ്റർ അജ്ഞാതർ പതിപ്പിച്ച സംഭവം ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് തിരുവഞ്ചൂർ വികാരപരമായി പ്രതികരിച്ചത്. ഉമ്മൻചാണ്ടി മരിച്ചിട്ട് 2 വർഷമാകാൻ പോവുകയാണ്, എന്നിട്ടും അദ്ദേഹത്തിന് വേട്ടയാടുകയാണെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ഗണേഷ് കുമാറിന്റെ കാര്യവും തിരുവഞ്ചൂർ പരാമർശിച്ചത്. മന്ത്രി ഗണേഷ് കുമാറിന് എന്തിന്റെ കാര്യമുണ്ടായിട്ടാണ് വീണ്ടും ഉമ്മൻചാണ്ടിയെ വിവാദത്തിലേക്ക് വലിച്ചിഴക്കുന്നതെന്നും തിരുവഞ്ചൂർ ചോദിക്കുന്നുണ്ട്. ഗണേഷ് കുമാറിന്റെ എല്ലാ കഥകളും തനിക്കറിയാമെന്നും തന്റെ വായ തുറപ്പിക്കാതിരിക്കുന്നതാണ് ഗണേശിന് നല്ലതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. നേരത്തെ ഉമ്മൻചാണ്ടിയെ പാഠം പഠിപ്പിക്കുമെന്നും അദ്ദേഹത്തെയും മറ്റു UDF നേതാക്കളെയും പീഡനക്കേസിൽ കുടുക്കുമെന്നും ഗണേഷ് കുമാർ തന്നോട് പലവട്ടം പറഞ്ഞിരുന്നുവെന്ന് ഗണേഷ് കുമാറിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം സുധീർ മലയിൽ കോടതിയിൽ മൊഴി നൽകിയത് നമ്മൾ കണ്ടു. വെറും മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടക്കുന്ന 4ാം കിട ആരോപണം അല്ല ഇത്. കോടതിയിലാണ് ഇക്കാര്യം സുധീർ അറിയിച്ചിരിക്കുന്നത്. തെളിവുകൾ സഹിതം ആരോപണം വന്നതോടെ ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ശാപമാണിതെന്നും ഈ കേസിൽ ഗണേഷ് കുമാർ കുടുങ്ങുമെന്നും ഉറപ്പായിരിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ വിഷയം സജീവ ചർച്ചയാകുമെന്ന് ഉറപ്പായതോടെ LDFും ഗണേഷ് കുമാറും ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇതിനിടയിലാണ് തിരുവഞ്ചൂർ ഗണേഷ് കുമാർ വധവുമായി വീണ്ടും കളം പിടിക്കുന്നത്. മറ്റൊരു വിഷയം ഇന്നലെ ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയിൽ LDFിന്റെ ഒരു പ്രചരണ ഫ്ലെക്സ് ബോർഡ് വിരിച്ചിരിക്കുന്നുണ്ട്. മാനസിക വെല്ലുവിളിയുടെ ആൾ കൊണ്ട് വെച്ചു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തെങ്കിലും രാഷ്ട്രീയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗൂഢാലോചന സംശയിക്കുന്നുണ്ടോ? ഗൂഢാലോചനയല്ല, ശ്രീ ഉമ്മൻചാണ്ടി മരിച്ചിട്ടും അദ്ദേഹത്തിന് എന്തിനാ വേട്ടയാടുന്നത്? യഥാർത്ഥത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് എത്രയെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. പൊതുസമൂഹത്തിന് മുമ്പിൽ അതെല്ലാം ഉണ്ട്. ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷവും എന്തിനാ അദ്ദേഹത്തിന്റെ കല്ലറയുടെ മുമ്പിൽ വന്ന് അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചത്? അദ്ദേഹത്തെ വേട്ടയാടാമായിരുന്നോ? അത് ശരിയല്ല എന്ന് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പരസ്യമായി പറയണ്ടേ? ആ കാര്യങ്ങൾ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് പറയണ്ടേ? അവിടെ ഒരു ദേവാലയത്തിൻ്റെ മുറ്റത്ത് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള സ്ഥലത്ത് ആ കല്ലറയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ മരിച്ചിട്ടും 1.5 കൊല്ലം 2 വർഷത്തോളം ആകാൻ പോകുന്ന കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയെ എന്തിനു വേട്ടയാടാൻ ശ്രമിക്കുന്നു? എന്തിനു വേട്ടയാടുന്നു? അത് ശരിയല്ല. ഇപ്പോൾ വേറൊരു ശ്രീ ഗണേശൻ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഞാൻ ആ പ്രസ്താവനയെക്കുറിച്ച് ആദ്യം കമൻറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. അദ്ദേഹത്തെ പോലെ ഒരാളത് പറയാമോ? എനിക്കതിൻ്റെ മുഴുവൻ കഥ അറിയാവുന്ന ആളാണ്. കഥ പറയേണ്ടി വന്നാൽ മുഴുവൻ പറയുകയും ചെയ്യും. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് കൊണ്ടും അതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടും യശശരീരനായ ശ്രീ ഉമ്മൻചാണ്ടിയെ വീണ്ടും വലിച്ചടച്ച് ഇതിനകത്ത് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും നമ്മളൊരക്ഷരം മിണ്ടാതിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ശരിയാണോ? നീതിയാണോ? ഞങ്ങൾ എല്ലാ കഥയും അറിയാവുന്ന ഒരാളാണ് ഞാൻ. ജീവിച്ചിരിക്കുന്നതിൽ ഒരുപക്ഷെ ഞാൻ മാത്രമായിരിക്കും ഇതിൻ്റെ ഉള്ളുകളിൽ എല്ലാം അറിയാവുന്ന ആൾ. ഇങ്ങനെ ഉമ്മൻചാണ്ടിയെ പോലെ ഒരാളിനെ വേട്ടയാടുന്നത് എന്തിനാണ്? എന്ത് ഗുണം കിട്ടാൻ അവർക്ക്? എന്ത് ഗുണം കിട്ടാനാണ്? ഒരിക്കലും ശരിയല്ല. കോട്ടയത്ത് വീണ്ടും മത്സരങ്ങൾ ഉണ്ടാവും. പോട്ടെ, മത്സരമല്ലല്ലോ നമ്മളിപ്പോൾ.